അല്പസമയം മുൻപ് നമ്മൾ പ്രേക്ഷകരെ അറിയിച്ച വാർത്ത അതിന്റെ തുടർ വിവരങ്ങൾ വരുന്നുണ്ട്. കോഴിക്കോട് വിജിൽ തിരോധാന കേസിലാണ് നിർണായക വഴിത്തിരിവുണ്ടായത്. 6 വർഷം മുൻപ് കാണാതായ എലത്തൂർ സ്വദേശി വിജിലിനെ 4 സുഹൃത്തുക്കൾ ചേർന്ന് കുഴിച്ചിട്ടു എന്നുള്ളതാണ് കണ്ടെത്തൽ. ദീപേഷ്, നിജിൽ എന്നിവരുടെ അറസ്റ്റ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിഥില ഒരിക്കൽ കൂടി വിശദാംശങ്ങളുമായി. മിഥില, ഇത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അമിത അളവിൽ കുത്തിവെച്ചു ബ്രൗൺ ഷുഗർ, അതിനുശേഷം അബോധാവസ്ഥയിലായി, പിന്നീട് മരിച്ചു എന്ന് കരുതി കുഴിച്ചിട്ടു എന്ന തരത്തിൽ. ഇതിന് ഒരാളെ കൂടി ഇനി കണ്ടെത്താനുണ്ട് എന്നാണോ പോലീസ് പറഞ്ഞത്? അനുജ, ഒന്നുകൂടി നമുക്ക് വ്യക്തമായിട്ടുണ്ട്. മൂന്ന് പേരാണ് ഈ ഒരു പ്രതിപട്ടികയിലുള്ളത്. നിഖിൽ, രഞ്ജിത്ത്, ദീപേഷ്. നിഖിലാണ് ഈ കേസിലെ ഒന്നാം പ്രതി. നേരത്തെ നമ്മൾ നൽകിയ പേരിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. നിഖിൽ, രഞ്ജിത്ത്, ദീപേഷ് ഇവരാണ് ഈ കേസിലെ 3 പ്രതികൾ. FIR ഇങ്ങനെയാണ് പറയുന്നത്. വെസ്റ്റ് ഹിൽ സ്വദേശിയുടെ കാണാതായ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾക്ക് പങ്കുണ്ട് എന്ന കൃത്യമായ വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ നിന്നും ഈ 3 പ്രതികൾ, അതായത് ഒന്നാം പ്രതി, ഒപ്പം തന്നെ ഒന്നാം പ്രതി ആയിട്ടുള്ള എരഞ്ഞിപ്പാലം സരോവരം പാർക്കിനടുത്തുള്ള ഒഴിഞ്ഞ പറമ്പിൽ വെച്ച് ബ്രൗൺ ഷുഗർ അമിത അളവിൽ കുത്തിവെച്ചു. ഇത് ഉപയോഗിച്ചാൽ മരണം സംഭവിക്കും എന്ന അറിവോടുകൂടി മരണപ്പെട്ട ആളിന് ബ്രൗൺ ഷുഗർ നൽകി എന്ന് പറയുന്നു. അതിനുശേഷം ഇയാൾ മരണമടയുകയും ശേഷം 1 മുതൽ 3 കൂടിയ പ്രതികൾ ചേർന്ന് തെളിവ് നശിപ്പിച്ചു. ഇയാൾ മൃതദേഹം ചതുപ്പിൽ കല്ലുകെട്ടി താഴ്ത്തുകയും ചെയ്തു. ഇതാണ് FIRൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇതിൽ 2019 കാണാതാവുന്നത് വിജിലിനെ. അതിന് പിന്നാലെ അച്ഛൻ നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു. ഇന്നിപ്പോൾ 2 പ്രതികൾ, ഞാനിപ്പോൾ ഉള്ളത് എലത്തൂർ പോലീസ് സ്റ്റേഷനിലാണ്. 2 പ്രതികൾ ഇവിടെയുണ്ട്. ഈ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഒരു പ്രതിയെ കൂടി പോലീസിന് അന്വേഷണ സംഘത്തിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അയാളും പിടിയിലാകും എന്ന വിവരം തന്നെയാണ് ലഭ്യമായിട്ടുള്ളത്. ഈ കസ്റ്റഡിയിലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സരോവരം പാർക്കിനടുത്ത് വെച്ച് ഇവർ ഇത്തരത്തിൽ മദ്യപിക്കുന്നു, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. ഈ കാണാതായ വിജിലിന് അമിത അളവിൽ ബ്രൗൺ ഷുഗർ നൽകുന്നു. അങ്ങനെ വിജിൽ അവിടെ ബോധം കെടുന്നു. അതിനുശേഷം വിജിലിൻ്റെ മരണം ഉറപ്പാക്കിയതിനു ശേഷം ചതുപ്പിൽ കുഴിച്ചിടുന്നു. ഇതാണ് ഈ FIR പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇനി മൃതദേഹം ഉൾപ്പെടെ കണ്ടെത്തേണ്ട ഒരു നടപടിയാണ്. എന്തായാലും അല്പ സമയത്തിനകം നമുക്ക് ഇങ്ങോട്ട് CI എത്തുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിനോട്, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥനാണ്, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരം ഒരുപക്ഷെ അദ്ദേഹം പറയുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. എന്നിരുന്നാൽ പോലും ഒന്ന് ചോദിച്ചു നോക്കാം എന്ന് തോന്നുന്നു. ഈ അന്വേഷണം നടത്തിയത്, ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിയത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്. നിലവിലിപ്പോൾ 2 പേർ എലത്തൂർ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം, നിലവിൽ എന്താണ് ഈ കേസ്, ഇപ്പോൾ 2 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇൻവെസ്റ്റിഗേഷനോട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ വെളിപ്പെടുത്തില്ല. ഇതിൽ ഇനി ഒരാളുണ്ട്. ഇത് കൊലപാതകമല്ല, ഇത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ. താങ്ക് യു. ശാസ്ത്രീയമായ അന്വേഷണം. തീർച്ചയായും അനുജ, ശരി, അതാണ് ഇപ്പോൾ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ പ്രതികളിലേക്ക് എത്തിച്ചേർന്നു. 3 പേർ ചേർന്നാണ് ഈ കൃത്യം നിർവഹിച്ചത്. അത് കൊലപാതകമല്ല എന്നതാണ് പറയുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നതാണ്. ഒരാളെ കൂടി ഇനി പിടികൂടാനുണ്ട്.